ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ എല്ലാവരും കടലാസ് എഴുതിയിടുകയാണ്. അതായത് ഇത്ര ടെൻഡർ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഓരോരോ കടലാസ് എല്ലാവരും എഴുതിയിട്ട് അവരുടെ പെട്ടിയിൽ ഇടുകയാണ്. ഫസ്റ്റ് തന്നെ മേഘയാണ്. കൊടുക്കാം അവ, കൊടുക്കാം മോളെ, നീ കൊണ്ടുപോയി അതിലിട്. മേഘ പെട്ടിയിൽ ഇടുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. ചന്ദ്രികയും അതേപോലെ തന്നെ സിദ്ധാർത്ഥും മേഘയെ തന്നെ നോക്കുകയാണ്. മേഘയും ഒന്ന് കളിയാക്കി ചിരിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോയി. പിന്നെ ഓരോരുത്തരായി എഴുതിയിട്ട് പെട്ടിയിലിട്ടു. ചന്ദ്രികയും സിദ്ധുവും എഴുതിയിട്ടിട്ട് പോയി. ഇനി നമുക്കൊന്ന് കോട്ട് ചെയ്താലോ, അവർ പറയാം. അങ്ങനെ എല്ലാവരും കോട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകി ഇതാ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. ജാനകിയുടെ അടുത്ത് മേഘ വന്നിട്ട് വിളിക്കുകയാണ്, അമ്മായി. അപ്പോൾ ജാനകി ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മായി, മരുന്ന് കഴിക്കാൻ മറന്നോ? കഴിക്കമ്മായി, എനിക്ക് മരുന്നൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോ. എന്താ അമ്മായി, ഒരു ദിവസം പോലും മരുന്ന് കഴിക്കാതിരിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? മരുന്ന് കഴിക്കമ്മായി, ഈ പാല് കുടിച്ചിട്ട് മരുന്ന് കഴിക്കും. പെട്ടെന്നായിരുന്നു മേഘയുടെ കയ്യിലിരുന്ന പാലും ഗ്ലാസും ജാനകി തട്ടിത്തെറിപ്പിച്ചു. മേഘ സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ജാനകി പെട്ടെന്നാണ് പൊട്ടിത്തെറിച്ചത്. നല്ലവളെപ്പോലെ നീയും എന്നോട് അഭിനയിക്കായിരുന്നല്ലോ. ചേട്ടൻ്റെയും ചേച്ചിയുടെയും സ്വത്തൊക്കെ നീ പറ്റിച്ച് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര് പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞാൻ നിന്നെ കുട്ടിക്കാലം മുതൽക്കേ വളർത്തിയവളാ. നീ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നാലിപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. ചേട്ടനും ചേച്ചിയും പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു. മേഘ ജാനകിയുടെ മുമ്പിൽ വിഷമത്തോടെ നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മായി പറയുന്നേ? ചെന്ന് ലക്ഷ്മി അമ്മയെയും മഹേന്ദ്ര സാറിനെയും പറ്റിക്കുമോ? ലക്ഷ്മി അമ്മ പൂർണ്ണ സമ്മതത്തോടെയാണ് എനിക്ക് സ്വത്തൊക്കെ എഴുതി തന്നത്. ഞാനൊരിക്കലും അവരെ പറ്റിച്ച് സ്വത്തൊന്നും എഴുതി വാങ്ങിയതല്ല. ലക്ഷ്മിയോട് നീ സ്വത്ത് പറ്റിച്ച് എഴുതി വാങ്ങിയതല്ലെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ അവർ തിരിച്ചു ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ മടി? എന്തിനാ അമ്മായി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരാളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് അവസാനം വരെ നിലനിർത്തണം. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. പക്ഷേ നീ ആ വിശ്വാസത്തെ സംരക്ഷിച്ചില്ല. എൻ്റെ വിശ്വാസത്തിന് നീ അർഹതയില്ലാത്തവളാണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. അത്രയും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പുറത്തേക്ക് പോയി. മേഘ അവിടെ നിന്ന് വിളിക്കുകയാണ്, അമ്മായി, അമ്മായി. ജാനകി പോയി കഴിഞ്ഞപ്പോൾ മേഘ ചിന്തിക്കുകയാണ്, കുറച്ചായി മഹേന്ദ്രൻ അച്ഛൻ്റെയും ലക്ഷ്മി അമ്മയുടെയും കൂടെ കൂടാമെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ അമ്മായിയെ അവരുമായിട്ട് ഒരുമിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങൾ പിരിഞ്ഞിരുന്നാലേ ഞാൻ വിചാരിച്ചത് നടക്കുകയുള്ളൂ. എത്ര നാൾ ഇങ്ങനെ പെരുമാറാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും എമൗണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആർക്ക് കിട്ടും എന്നറിയില്ല അല്ലേ? എല്ലാവരും അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ മനോഹർ പറയാണ്, മേഘ, നമ്മൾ കോട്ട് ചെയ്ത ബജറ്റായിരിക്കും ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ബജറ്റ്. ഇതേ നോക്ക്, ഉറപ്പായും ഈ ഓർഡർ നമുക്കാ. മേഘ പറയാണ്, അതെ അമ്മാവ, ഈ ഓർഡർ നമുക്ക് തന്നെ കിട്ടണം. മനോഹർ സന്തോഷത്തോടെ പറയാണ്, മേഘ, ചന്ദ്രികയ്ക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിയാൽ അത് നമുക്ക് അപമാനമായിട്ട് മാറും. അതേസമയം തന്നെ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സാർ, നമുക്ക് ഈ ഓർഡർ കിട്ടുമോ സാർ? ചന്ദ്രികയെ, ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് വിധിയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇനി നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കിട്ടില്ല. എന്താ സാർ സുരേഷ് ഗോപിയെ പോലെ പഞ്ച് ഡയലോഗൊക്കെ പറയുന്നേ? അത് കേട്ട് സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഓഫീസേഴ്സ് ഒക്കെ എത്തി. നമസ്കാരം സാർ, നമസ്കാരം, എല്ലാവരും ഇരിക്കേ. അദ്ദേഹം പറയാണ്, ഈ ടെൻഡറിന് 3 പേര് ഒരേ എമൗണ്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും അതുപോലെ തന്നെ മേഘയും മനോഹറൊക്കെ പരസ്പരം നോക്കുകയാണ്. 3 പേർക്കും ഈ ടെൻഡർ നൽകാൻ കഴിയില്ല. 3 പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ ടെൻഡർ നൽകാൻ കഴിയൂ. അതുകൊണ്ട് ഈ 3 പേരിൽ ഒരാളെ നറുക്കെടുപ്പ് മൂലം തിരഞ്ഞെടുത്ത് അയാൾക്കായിരിക്കും ഈ ടെൻഡർ നൽകുക. ഈ ടെൻഡറിൻ്റെ കോട്ടിൽ ആദ്യമായി കോട്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ജയറാം. അടുത്തത് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മേഘ. അത് കേട്ട് മേഘ അമ്മാവന് കൈ കൊടുക്കുകയാണ്. കൊടുകൈ. മേഘയെ വിളിച്ചതിന് ശേഷം ചന്ദ്രിക വിഷമത്തോടെ സിദ്ധുവിനെ നോക്കുകയാണ്. അടുത്തതായി ത്യാഗരാജൻ ആൻഡ് മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ചന്ദ്രിക. കേട്ട് ചന്ദ്രിക സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. സിദ്ധുവിന് നല്ല സന്തോഷമായി, സിദ്ധുവും ചിരിക്കുകയാണ്.
അപ്പോൾ മേഘ അവരെ തന്നെ നോക്കി സങ്കടപ്പെടുകയാണ്. മനോഹർ പറയാണ്, കണ്ടില്ലേ മേഘ, നമ്മൾ കോട്ട് ചെയ്ത് അതേ ബജറ്റ് ചന്ദ്രികയും കോട്ട് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചത് ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ടാവുമോ? അതേ അമ്മാവ, എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നമ്മൾ നറുക്കെടുപ്പിലൂടെ ഈ ടെൻഡർ കിട്ടാൻ പോകുന്നത് ആർക്കാണെന്ന് അറിയിക്കാം. പിന്നെ അവർ അത്രയും നറുക്കുണ്ടാക്കി പെട്ടിയിലിട്ടു. നറുക്കെടുത്ത് അതിനുശേഷം പറയാണ്, ആരാണെന്ന് നോക്കിയാലോ? എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ്. സിദ്ധു, ദൈവമേ. ത്യാഗരാജൻ ആൻഡ് മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ചന്ദ്രികയ്ക്കാണ് ഈ ടെൻഡർ ലഭിച്ചിരിക്കുന്നത്. ചന്ദ്രികയ്ക്ക് സന്തോഷമായി, അതിലേറെ സിദ്ധുവിനും. സിദ്ധു പറയാണ്, ഏയ് യേഷ്. അതേസമയം മനോഹരൻ പറയാണ്, ഛേ. മേഘയ്ക്കും സങ്കടവും ദേഷ്യവും വന്നു. സിദ്ധു അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൈ കൊടുക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. എന്താ മേഘ, ചന്ദ്രികയ്ക്കാണല്ലോ കിട്ടിയത്, എന്താ ഇപ്പം ചെയ്യുക? സിദ്ധു മേഘയെ നോക്കിയിട്ട് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ മേഘ പെട്ടെന്ന് തന്നെ എണീച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ സാർ ഇത്? 30 വർഷമായിട്ട് പ്രൊഡക്ഷനിൽ ഞങ്ങളാണ് നമ്പർ 1 ആയിട്ടുള്ളത്. ഈ ഓർഡർ ഞങ്ങൾക്ക് തരാതെ ഏതോ ഒരു ന്യൂ കമറിന് കൊടുക്കുന്നു. ഇത്രയും വലിയ ഓർഡർ ഇവർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ലേ? ഇവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഇല്ല, മാൻ പവർ ഇല്ല, ഒരു ബാക്കപ്പും ഇല്ല. ഇവർക്കെങ്ങനെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കൃത്യസമയത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ചന്ദ്രിക വിഷമത്തോടെ സിദ്ധുവിനെ നോക്കുകയാണ്. സിദ്ധു കൈകൊണ്ട് കാണിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെപ്പോലുള്ള വലിയ കമ്പനിക്ക് ഈ ഓർഡർ തന്നാൽ നിങ്ങൾ പറയുന്ന ക്വാളിറ്റിയിലും നിങ്ങൾ പറയുന്ന സമയത്തും സ്കൂൾ യൂണിഫോം ഡെലിവറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ ഓഫീസേഴ്സ് പറയാണ്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. ഈ പ്രൊജക്റ്റ് ഫ്ലോപ്പാകാൻ പോവുക. ഈ ടെൻഡർ കൊടുത്ത നിങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങളെപ്പോലെയുള്ള വലിയ കമ്പനികളെ നഷ്ടമാക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത്രയും പറഞ്ഞ് ഛേ എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന മനോഹറിനോട് സിദ്ധു പറയാണ്, എന്താടാ നോക്കി നിൽക്കുന്നത്, പോടാ. പിന്നെ ഓഫീസേഴ്സ് വിളിക്കുകയാണ്, ചന്ദ്രിക വന്ന് സൈൻ ചെയ്തോളൂ. സിദ്ധുവും പറയാണ്, ചന്ദ്രികയെ ചെല്ല്. ചന്ദ്രിക പോയി സൈൻ ചെയ്തു. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ളവരൊക്കെ പോയി. പിന്നെ ഓഫീസേഴ്സ് ചന്ദ്രികയോട് പറയാണ്, കൺഗ്രാജുലേഷൻസ് മിസ്സസ് ചന്ദ്രിക, നിങ്ങൾക്ക് തന്നെ ഈ ടെൻഡർ ലഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടെൻഡർ കിട്ടുന്നത് മാത്രമല്ല, അത് നിങ്ങൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടല്ലോ അല്ലേ? ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റിയിൽ കൃത്യസമയത്ത് തന്നെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഗവൺമെൻറ് നിങ്ങളിൽ നിന്ന് പെനാൽറ്റി ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, യൂണിഫോം മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് എല്ലാ സ്കൂളുകൾക്കും ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് നിങ്ങൾക്ക് ടെൻഡർ എമൗണ്ട് സെറ്റിൽ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ റിസ്കിൽ വേണം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇടയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തന്നെ ഈ ഓർഡർ നിങ്ങളിൽ നിന്നും ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വാ ചന്ദ്രികെ. സാർ, എന്താ സാർ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ? ചന്ദ്രികെ, ഇതൊന്നും നമുക്കായിട്ട് പറഞ്ഞതല്ല, ഇതൊക്കെ ഗവൺമെൻറ് റൂൾസാണ്, അത്രയേ ഉള്ളൂ. നോക്ക്, ഈ ഓർഡർ ആർക്ക് കിട്ടിയിരുന്നെങ്കിലും അവർക്കും ഇതേ അഡ്വൈസ് തന്നെ കൊടുക്കുമായിരുന്നു. സാർ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു സാർ. പേടിക്കാൻ എന്താ ഉള്ളത്? എല്ലാം ഭഗവാനെ ഏൽപ്പിച്ച് നമുക്ക് ജോലി തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എല്ലാം നടക്കും. ഓക്കെ, വാ വാ പോകാം. അതേസമയം മേഘയും മനോഹറും പുറത്തു തന്നെയുണ്ട്. മനോഹർ മേഘയോട് പറയാണ്, വിഷമിക്കാതിരിക്കും മേഘ, അവർക്കതെന്താണ് ചെയ്യാൻ ആവില്ല, ടെൻഷൻ ആവണ്ട. ശരി അമ്മവാ. ഇനി അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധും അതുവഴി വരികയാണ്. അപ്പോൾ അവർ പോകാനിറങ്ങുമ്പോൾ മേഘ വിളിക്കുകയാണ്, ഏയ് അമ്മവാ, ഓഫീസ് വാടക പോലും കൊടുക്കാൻ കഴിയില്ലാത്തവർ, ഓഫീസ് വാടകയായ 27,000 രൂപ പോലും കൊടുക്കാൻ കഴിവില്ലാത്തവർ 1.25 കോടി രൂപ കടം വാങ്ങി ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് ആരംഭിക്കാൻ പോകുന്നേ? മേഘ, ഒന്നും അറിയാത്തൊരു വട്ടപൂജ്യമാണ് ഈ ചന്ദ്രിക. അവൾക്ക് ഈ ഓർഡർ കൊടുത്തതാണ് അതിശയം. ചന്ദ്രികയും സിദ്ധുവും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക കളിയാക്കി ചിരിക്കുകയാണ്. മേഘ അവരെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതിനാ ഇങ്ങനെ ഒരു ഓർഡർ അവർക്ക് കൊടുത്തതെന്ന് വിചാരിച്ച് ഓഫീസേഴ്സ് തന്നെ വിഷമിക്കാൻ പോവുക. കണ്ടോ, നീ വാ മോളെ, ഇവരോടൊക്കെ പോകാൻ പറ, വേമ്പാ. മനോഹർ പിന്നെ ആക്കിയിട്ട് ചിരിച്ചിട്ട് ആഹഹാ എന്നൊക്കെ പാടിയിട്ട് പോവാണ്. സിദ്ധു അത് കണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക, സാർ,
ഓർഡർ കിട്ടിയല്ലോ. ഇത്രയും വലിയ എമൗണ്ട് എവിടുന്നാ സാർ ശരിയാക്കുന്നേ? എന്തിനാ ചന്ദ്രികയെ പേടിക്കുന്നത്? ഈ ഓർഡറിൻ്റെ കോപ്പി ഏത് ബാങ്കിൽ കൊടുത്താലും നമുക്ക് ഉറപ്പായും പൈസ ലഭിക്കും. ആ ലോൺ ഉപയോഗിച്ച് നമുക്ക് ജോലി തുടങ്ങാം. നമ്മൾ ആരുടെയും പണത്തിനായി വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. മനസ്സിലായോ? അങ്ങനെയാണോ സാർ? അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നിൽ വളരെ വിശ്വാസമുണ്ട്. അപ്പോഴാണ് അവിടെ അകത്തു നിന്നൊരാൾ വന്നിട്ട് ചോദിക്കുന്നത്, മാഡം, ചന്ദ്രിക നിങ്ങളാണോ? ആ അതെ. നിങ്ങളെ ചീഫ് ഓഫീസർ കാണണം എന്ന് പറയുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ചീഫ് ഓഫീസറെ നിങ്ങൾ വന്ന് ഒന്ന് കാണണം. ഓക്കെ മാഡം. എന്തിനായിരിക്കും സാർ ചീഫ് ഓഫീസർ കാണണം എന്ന് പറഞ്ഞത്? അറിയില്ല, എന്തോ നിന്നെ കാണണം എന്ന് പറഞ്ഞില്ലേ? നമുക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തെ പോയി കാണാം. പോകാം. പിന്നെ അവിടെ ഓരോരുത്തരും വരികയാണ്. അദ്ദേഹം ബിസിയാണ്. നിങ്ങൾ നാളെ വന്ന് കണ്ടോളൂ. പിന്നെ ചന്ദ്രിക വന്നു. സാർ, പറയൂ. ചീഫ് ഓഫീസർ എന്നെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ ചന്ദ്രികയല്ലേ? ആ അതെ സാർ. എങ്കിൽ സാറ് മുകളിലുണ്ട്, വരൂ. ചന്ദ്രികയും സിദ്ധുവും മുകളിലേക്ക് പോവാണ്. വരൂ വരൂ ചന്ദ്രികെ. കൺഗ്രാജുലേഷൻസ് മിസ്സിസ് ചന്ദ്രികെ. ഈ വർക്ക് കിട്ടാൻ വേണ്ടി എത്ര പേരാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നറിയോ? ശരിക്കും നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാ. അതുകൊണ്ടാണല്ലോ ഈ ഓർഡർ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ കയ്യിൽ കിട്ടിയത്. കേരളത്തിലെ നമ്പർ 1 പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഈ ഓർഡർ കിട്ടാൻ വേണ്ടി അധികാരികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ആ കമ്പനികൾക്കൊന്നും ടെൻഡർ കിട്ടിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ടെൻഡർ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ, എന്തിനാ സാർ ഞങ്ങളെ വിളിപ്പിച്ചത്? ആദ്യം നിങ്ങൾ ഇരിക്കൂ, പറയാം. അപ്പോൾ സിദ്ധു പറയാണ്, ചന്ദ്രികെ ഇരിക്കൂ. ടീ ഓർ കോഫി എന്തെങ്കിലും വേണോ? ഇല്ല, അതൊന്നും വേണ്ട സാർ. ഇതാ. അപ്പോൾ സാറ് പറയാണ്, സാധാരണയായി ഇങ്ങനെയൊരു ടെൻഡർ കിട്ടിയാൽ എന്നെപ്പോലെയുള്ള ചീഫ് ഓഫീസർമാർക്ക് കമ്മീഷനായിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. നിങ്ങളും എനിക്ക് കമ്മീഷൻ തരണം. അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും ഒരുപോലെ ഞെട്ടി രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്ത് കമ്മീഷനാണ് സാർ? സാധാരണ ഞങ്ങൾ 20% കമ്മീഷൻ വാങ്ങാറ്. നിങ്ങൾ 20% തന്നാലും അതിന് മുകളിൽ തന്നാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിലോ ബിസിനസ്സിലോ ഞങ്ങൾ ഇടപെടാൻ വരില്ല. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാലും ഞങ്ങൾ റിപ്പോർട്ടൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ, തമാശ പറയാണോ? അത്രയും വലിയൊരു എമൗണ്ടിന് ഞങ്ങളെവിടെ പോവും? ഞങ്ങൾ ടെൻഡർ കോട്ട് ചെയ്ത എമൗണ്ട് തന്നെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ സാറിന് ഞങ്ങൾ എവിടെ നിന്ന് കമ്മീഷൻ തരാനാ? അങ്ങനെ സാറിന് കമ്മീഷൻ തന്ന് ഈ ഓർഡർ കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ എനിക്കിത് വേണ്ട സാർ. ഇത്രയും വലിയ കമ്മീഷനൊക്കെ കൊടുത്ത് ഞങ്ങളെ കൊണ്ട് ക്വാളിറ്റിയുള്ള പ്രോജക്റ്റ് തന്നെ പറ്റില്ല സാർ. സാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാകുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത് സാർ. എനിക്ക് ഈ പ്രൊജക്റ്റ് വേണമെന്നില്ല. ഓ, സിദ്ധു പറയാണ്, ചന്ദ്രികയെ നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ ആലോചിച്ചെടുത്തിട്ട് സമയമെടുത്തിട്ട് പറയാം മറുപടി. വേണ്ട സാർ, കമ്മീഷൻ കൊടുത്താലേ നമുക്ക് ഈ ഓർഡർ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട സാർ. സാർ, ചന്ദ്രിക നിൽക്ക് ചന്ദ്രിക. സാർ, ഒരു മിനിറ്റ്. അപ്പോഴേക്കും പിറകിൽ നിന്നും ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, സാർ നിൽക്ക് സാർ. ചന്ദ്രികയെ സാറ് വരാൻ പറഞ്ഞു. ഇല്ല സാർ, ഞങ്ങൾക്ക് ഈ ടെൻഡർ വേണ്ട. ഈ ടെൻഡർ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളാൻ പറയൂ. അതല്ല മാഡം, എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വരാൻ പറഞ്ഞു. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സിദ്ധു പറയാണ്, അതല്ല സിദ്ധു, ചന്ദ്രികയെ വരൂ. എന്താണ് കാര്യം എന്ന് ചോദിക്കാം. വരൂ മാഡം, പ്ലീസ്. ശരി, ഞങ്ങൾ വരാം. ചന്ദ്രികയും സിദ്ധുവും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്നവരൊക്കെ കൈയടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്, എന്തിനാ സാർ കൈയടിക്കുന്നേ? മാഡം, സാധാരണയായി ഗവൺമെൻറ് ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഓഫീസർമാർക്ക് കമ്മീഷൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അവരൊക്കെ കമ്മീഷൻ വാങ്ങിച്ചിട്ട് ന്യായമല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഓക്കെ പറയും. അങ്ങനെയുള്ളൊരു തെറ്റ് ഈ പ്രോജക്റ്റിൽ സംഭവിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമ്മീഷൻ വാങ്ങുന്നത് പോലെ അഭിനയിച്ചത്. അവർക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കമ്മീഷനൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോഴാണ് ചന്ദ്രികയ്ക്കും സിദ്ധുവിനും സന്തോഷവും സമാധാനവും ചിരിയും വന്നത്. ഈ പ്രൊജക്റ്റ് നിങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ജാനകി പറയാണ്, സുന്ദരി, സുമംഗലി പൂജ വേണം. വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെക്ക്. അതേസമയം തന്നെ വാസുവിനെ ജ്യോതി വിളിക്കുകയാണ്, ഇന്ന് സുമംഗലി പൂജയുണ്ട്, മറക്കരുത് കേട്ടോ.
മേഘയെയും കൂട്ടിയിട്ട് വരണം, വാസുവിനോട് ജ്യോതി പറയാം. ഇവിടെ മേഘ പറയാണ്, ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. മേഘയ്ക്ക് ഒരു കോൾ വന്നപ്പോൾ ജ്യോതി വാസുവിനോട് പറയാണ്, ഏട്ടാ കുങ്കുമം തൊട്ടതാ. അതേസമയം തന്നെ ചന്ദ്രിക വീൽ ചെയറിൽ ജാനകിയെയും കൊണ്ടുവരികയാണ്. ജാനകിയുടെ കൺമുന്നിൽ തന്നെ ജാനകി ഇതൊക്കെ കാണുകയാണ്. ജാനകി അറിയാതെയാണ് അവർ കുങ്കുമം തൊട്ടു കൊടുക്കുന്നു. അതിനുശേഷം ഒരു കഴുത്തില മാല കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് സുമംഗലി പൂജയായത് കാരണം ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്, വാസു ജ്യോതിയോട് പറയാം. എന്ന് വാസു തിരിഞ്ഞു നോക്കിയതും ജാനകിയെയാണ് കാണുന്നത്. ജാനകിയെ കണ്ട് ജാനകി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ജാനകി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ മേഘ ഇതൊക്കെ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മേഘ പതിയെ പുറത്തേക്ക് പോയി. എന്നോട് നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ, ജാനകി പറയാം. ജാനകി എന്ന് പറഞ്ഞ് വാസു ജാനകിയുടെ കാല് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ജാനകി പൊതിരെ തല്ലുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി തല്ലുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്തിട്ട് എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത്. അപ്പോൾ ജ്യോതി പറയാണ്, എന്തിനാ അവരെ അടിച്ചത്? ഏയ്. അപ്പോൾ ചന്ദ്രിക ഇടപെട്ടു, ഏയ് ആരോടാ നീ പുറത്തു പോകാൻ പറയുന്നേ? ചന്ദ്രിക പിന്നെ ജ്യോതിയെ അപ്പുറവും ഇപ്പുറവുമായിട്ട് മാറി മാറി തല്ലുകയാണ്. അത് ജാനകിക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.